ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഓഫീസ് ഒളിമ്പിക് ഭവൻ ഉദ്ഘാടനം 27-ന് നടത്തും. പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കൽ വാർഷിക ജനറൽ ബോഡി യോഗവും ബുധനാഴ്ച പാലക്കാട് നടക്കും. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് പി രാജേഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സി ഹരിദാസ്, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് വി എസ് മുഹമ്മദ് ഖാസിം, സെക്രട്ടറി ബൈജു, ട്രഷറർ കെ സി പ്രീത് എന്നിവർ സംസാരിക്കും. 2025 ഒളിമ്പിക് ദിന റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച NCC, സ്കൗട്ട്സ്, SPC അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിക്കും. മികച്ച കായിക സംഘടനകൾക്ക് ഉപഹാരം നൽകുമെന്ന് പി രാജേഷ്, കെ ഇ ബൈജു, മുഹമ്മദ് ഖാസിം, കെ സി പ്രീത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ കായിക മേഖലയിലെ കോർഡിനേഷൻ കേന്ദ്രമായിട്ടുള്ള ഒളിമ്പിക് ഭവന്റെ ഉദ്ഘാടനവുമാണ് നാളെ രാവിലെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഒളിമ്പിക് ഭവന് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം നമ്മുടെ ICICI ബാങ്കിന്റെ പുറകിലുള്ള സ്ഥലത്താണ്. ഗോകുലം ഗാർഡൻസിലാണ്. നമ്മൾ ഏതാണ്ട് ഒരു 2000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലം ജില്ലാ ഒളിമ്പിക് ഭവനായി അവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. നാളെ രാവിലെ 10:30 മണിക്ക് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ വി സുനിൽകുമാറാണ് ഒളിമ്പിക് ഭവനും ജനറൽ കൗൺസിലും ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 2 തവണയായി ഒളിമ്പിക് ദിനാഘോഷം പാലക്കാട് ജില്ലയിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന സമയത്ത് ആ ഒളിമ്പിക് ദിനാഘോഷം വൻ വിജയമാക്കാൻ വേണ്ടി ഒളിമ്പിക് അസോസിയേഷനോട് സഹകരിച്ച ജില്ലയിലെ NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവരെയെല്ലാം നാളെ, അവരുടെ പ്രതിനിധികളെയെല്ലാം നാളെ ആ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുന്നുണ്ട്. UTV ന്യൂസ് പാലക്കാട്.